അവിടെ എവിടെ തിരിച്ചു സാറിന്റെ ഓർമ്മ കുട്ടവഞ്ചി. സെൽഫ് ഡ്രൈവ് ചെയ്യുന്ന ഒരു സന്തോഷമാണ്. ഞാൻ കുറച്ചുകൂടെ ഗൈസ് നമ്മളിതാ എല്ലാവരും കൂടി ഡാം ബോട്ടെ ഏതുവരെ പോകാൻ പറ്റും ഇതിലേ? നമുക്ക് റിബൺ ഇതൊക്കെ സ്ക്യൂബ ഡൈവിംഗ് ടീമുകളാണ്. ചാവുന്നത് എല്ലായിടത്തും നല്ല നോക്കിയാ എല്ലാം നല്ല ഒരു ടിൻ അവിടെ ഇരിക്കണോ മാഡം? നമ്മൾ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിലേക്കാണ് ഇതാ. ഹലോ ഗൈസ്, നമ്മൾ 4:30 എത്തിയതാണ്. ബോട്ടിൽ മഴ നനഞ്ഞ് വെള്ളം കയറി ഫുള്ളായി കിടക്കുകയാണ്. ഇവിടുത്തെ ഗാർഡ്, കോസ്റ്റ് ഗാർഡ്, അവർ ഇതാ വെള്ളം കോരി മാറ്റി നമ്മളെ. അതാണ് ചേച്ചിയുടെ കഷ്ടപ്പാട് നമുക്ക് വേണ്ടി. എന്താ നമുക്ക് വേണ്ടിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മള് ഈ രണ്ട് ബോട്ട് നമ്മള് 4 പേരും കൂടെ വന്ന് ഈ 2 ചെറിയ കയാക്ക് എടുത്ത് പോവാതാണ് വിചാരിച്ചത്. പക്ഷെ തന്നില്ല. ഇതോ അങ്ങ് അറ്റത്തതാ 2 ടീംസ് കൊട്ടവഞ്ചി. നമ്മൾ കൊട്ടവഞ്ചിയിൽ പോയി കറങ്ങാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ നമ്മുടെ ഒരു സുഹൃത്ത് കാരണം നമുക്ക് കൊട്ടവഞ്ചി പോകാൻ പറ്റിയില്ല. എന്ത് ചെയ്യാൻ? അല്ല, ഇവിടെ എത്തിയപ്പോഴും ലേറ്റായി പോയി. ഇവർക്കിന്ന് കൊട്ടവഞ്ചി കൂടുതൽ ചിലവായെന്ന് തോന്നുന്നു. ഈ വഞ്ചി യാത്രയില്ല. അതാണെന്ന് അവർ ഇതിൽ നമ്മൾ അടിച്ചേപ്പിക്കുന്നത്. ശരി, ഇപ്പൊ കെട്ടായിരിക്കല്ലേ? ഞാനിവിടെ കയറി ഇരുന്നിട്ട് ഫോട്ടോ അത് ആ ഫ്രണ്ടിലിരിക്കുന്ന ആൾ അതും കൂടെ കോരി കളയണേ. നമ്മുടെ പരിപാടി അവതരിപ്പിക്കുന്നതെല്ലാം ഇതുപോലെയാണ്. 200 സൺഡേ ഹോളിഡേ. ആ ഫോണിന് കൊടുക്കണ്ട, കൈ വെച്ചിട്ട് ഈ ഒരു ബക്കറ്റ് നമ്മൾ കയ്യിൽ വെച്ച് കിട്ടാൻ അങ്ങോട്ടും വെള്ളം എന്താണ് ഇത്? വെള്ളം കയറുന്നതാ? എന്നാലേ ഒരു സുഖമുള്ളൂ. മതി ചേച്ചി. നമ്മളതാ ആഴക്കടലിൽ ഉന്തി വിട്ടിരിക്കുകയാണ്. ആ ശരി, ഓക്കെ. അത് വേറെ ഓപ്പൺ മഴയായോണ്ട് 200 കൊടുക്കണില്ല. നനയുണ്ടാവും. ഒട്ടും കയറില്ല. അത് 20 രൂപ അല്ലാടാ? ഇല്ലടാ, അന്ന് ഇത്രയും രൂപ 50 രൂപ. ഇത് 200 രൂപയല്ലേ? 4 രൂപ. മറ്റേ 300 രൂപ വാങ്ങിച്ചില്ല. പക്ഷെ തൃപ്പരപ്പിലാണെങ്കിൽ 50 രൂപ ഉള്ളൂ. ഒരു ബോട്ടിന് 50 രൂപ ഉള്ളൂ അല്ലേ? എടാ, ഇനിയിപ്പോ അതൊക്കെ കറക്കി വിടും. വെറുതെ അവരെ അങ്ങ് പോയിട്ട് അറ്റത്തൂടില്ല. ഇതാ ഇപ്പൊ വരാന്ന് പറഞ്ഞു. അവിടെ ചുരുക്കി പറഞ്ഞാൽ മുതലാക്കുക. അമ്മേന്റെ താക്കോല് ഇപ്പം കയ്യിൽ അല്ലെങ്കിൽ പോണ വഴി ഇറങ്ങി. നീ എവിടെ പോണേ? അവിടെ കൂടെ കറങ്ങി നേരെ അങ്ങ് പോകണം. നമുക്ക് എൻജോയ് ചെയ്യണ്ടേ? ഇനി തിരിഞ്ഞു നോക്കല്ലേ? തിരിഞ്ഞു നോക്കിയാൽ എന്നുള്ള വിളിയൊക്കെ കേൾക്കും. ചവിട്ടുന്ന സാധനങ്ങളൊക്കെ വർക്കാവണല്ലോ.
ഇടത്തോട്ട് ഡ്രൈവർ പോരാ. ഇനി ആ കടവിൽ നിൽക്കുന്നവരെല്ലാം കാണുമെന്ന് നോക്കട്ടെ. അമ്പോ ഭയങ്കര വിളിച്ച. തിരിച്ചു വന്നു തിരിച്ചു പോകരുത്. അത് അവരെടുത്ത് നമ്മളെടുത്തല്ല. ചവിട്ടിത്തോടെയാണ് കുട്ട വണ്ടി. അല്ല, അവര് വിചാരിക്കണായിരിക്കും നമ്മൾ നിയന്ത്രണം അറിയാമോ, ഇവിടെ കൂടെ നടുക്കൂടെ നേരെ സ്ട്രൈറ്റ് പോകും. പക്ഷെ നമ്മൾ വന്ന വഴിയിലേ പോവുള്ളൂ. അത് അവർക്കറിയാം. സമയമൊന്നും ആയില്ലെന്നേ. ബാറ്ററിലോ 5:10 ആയതുള്ളൂ. കുഴപ്പമില്ല, സമയമുണ്ട്. 5:15 വരുമെന്നറിയാം ചേച്ചിക്ക്. പിന്നെ അങ്ങനെ തളരാൻ കണക്കിനുള്ള കൊച്ചു പിള്ളേരല്ല. ഇനി ഈ സൈഡിൽ കൂടെ തന്നെ പോയി അത് ഞാൻ ഇനി അവിടെ പോയി ഞാൻ നഷ്ടം നോക്കി. ഈ വഴി തന്നെ വന്ന വഴി തന്നെ പോയി. ഇതുവഴി വന്ന് നമ്മൾ യാതൊരു വഴി പോയി ആ വഴിയെ പോകുള്ളൂ. നമ്മൾ വന്ന വഴി മറക്കാത്ത തിരിച്ചങ്ങോട്ട് പോണ്ട, ഇങ്ങോട്ട്. ചേച്ചിക്ക് മനസ്സിലായി ഇവര് ബോർഡർ തൊട്ടേ വരുവുള്ളൂ. പറഞ്ഞ അത്ര മുതലാക്കിട്ട പരിപാടി. നമ്മുടെ മണ്ണ് കെട്ടി അടച്ചിട്ട് സെറ്റ് ചെയ്തിരിക്കും, വെള്ളം പോകാതിരിക്കാൻ. പുല്ലിന്റെ ഇടം കൊണ്ട് കൂടുതൽ കേട്ടല്ല. ഹലോ ഗൈസ്, നമ്മൾ അങ്ങനെ ഇതാ ബോട്ട് ജെട്ടിയിലെത്തിയിരിക്കുകയാണ്. വഴി നിൽക്കുക. ഇടിച്ച് കുഴപ്പമില്ല. പോട്ട് തിരിഞ്ഞു നോക്കാതെ എനിക്ക് അവർ കൈ കാണിച്ച് വിളിക്കണേക്കെ കാണാൻ പറ്റും. ഈ ബോട്ടൊക്കെ ഓട്ടിക്ക് ഞാൻ പണ്ടേ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഞാൻ കപ്പലിന്റെ നങ്കൂർ ഇടാൻ പോയിട്ടുണ്ട് ചെന്നൈയിൽ. ചവിട്ടെ തള്ള അതുവരെ കാണണം. ഇനി ഇവിടെ കൊണ്ട് അടപ്പിച്ച് നിർത്തും. തലച്ചടിക്കുന്ന വീഡിയോ എന്നാലും നോക്ക് ബ്ലോഗ്. അവരെവിടെ ഒരു വെള്ള റിബൺ കെട്ടിയിരിക്കുന്നത് നമ്മൾ ആ റിബൺ അന്വേഷിച്ചാണ് നടന്നത്. അത് കൊള്ളാം കേട്ടാ. അങ്ങ് എവിടെയോ കെട്ടിയിരിക്കുന്നല്ലേ പറഞ്ഞു. ഇനി വരാൻ പറഞ്ഞ ഇവിടെ അതിന്റെ അടുത്ത് പോയാല അതുകൊണ്ട വേണ്ട. അവരെ വെറുതെ പാവം ലേഡീസ് സ്റ്റാഫ്, മറ്റേ ജെന്റ്സ് ആയിരുന്നു നമുക്കന്ന്. കാല് കണക്കിന് ഇനി രണ്ടൊരു ബാക്ക് ഫ്രണ്ട് കയറി ഫോട്ടോ എടുത്തില്ല. കോട്ടയോ ബോട്ട് ഇരുന്ന ഫോണ് നോക്കി പഠിക്കാതെ കുഴപ്പമില്ല. വെള്ളമായിട്ട് റോഡ് നോക്കി പഠിക്കാനും പറയാൻ പറ്റില്ല. എല്ലാരും ഇവിടെ വന്നിട്ടേ ഇവിടെ അപ്പം ബാക്ക് നിങ്ങളെ 3 വരെ മതിയോ? ക്ലോസ് അപ്പ് ഷോട്ട്. സൈലന്റ് ആക്കാനും പറ്റില്ല. ഞാൻ വണ്ടിയുടെ അടുത്തൊരു ഫോട്ടോ എടുക്കാറുണ്ട്. ഇത് സെറ്റ് ആയിരിക്കും ഫോട്ടോ, കാരണം വേറെ ഒരു ശല്യം ഒന്നുമില്ല അവിടെ. നമ്മളെ വണ്ടി സൂം അടിക്കുകയാണ് എല്ലാരും. അങ്ങനെ നമ്മളിതാ നമ്മുടെ ഒരു ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞ് വയനാട് റിസോർട്ട് യാത്രയൊക്കെ കഴിഞ്ഞതാ വരെയാണ്. ഇതാണ് നമ്മൾ താമസിച്ചിരുന്ന റൂം, ഹോട്ടല്. കൊള്ളാം. ഇതിപ്പം ക്ലീനിങ്ങിന്റെ ഭാഗമായിട്ടെല്ലാം ക്ലോസിംഗ് ആണ്. സൈഡ് മുള ഗാർഡൻ, ഇതൊക്കെ ഭയങ്കര വിഷയമാണ് സെറ്റപ്പ്. ഇത് കണ്ട വേസ്റ്റ് ഇടാൻ്റെ ഒക്കെ ബിന്നെ ഇത് അതിമനോഹരമായ ഒരു രീതിയാണ് ഇവിടുത്തെ.
ഇവിടുത്തെ ഒരു പ്രധാന ഇതാണ് എലിഫന്റ് ടൂറിസം റീഹാബിലിറ്റേഷൻ സെന്റർ.